നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഇതിഹാസം നമ്മുടെ സ്വന്തം സച്ചിൻ തെണ്ടുൽക്കറുടെ പിറന്നാൾ കൂടിയാണ്. ടാക്ടിക്സിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രിയപ്പെട്ട ഇതിഹാസ താരത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. പിന്നെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കൊപ്പം മുഹമ്മദ് ജസീം, ഒപ്പം തന്നെ ഹാരിസ് നെന്മാറ. ഹാരിസിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഹാരിസ്, മുംബൈയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്നാണ് അവരുടെ കോട്ടയായ വാങ്കഡയിൽ നേരിടേണ്ടി വന്നത്. പറഞ്ഞോ, ചോദ്യമൊന്നുമില്ല, പറഞ്ഞോ. പിന്നെ തീർച്ചയായും ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്ന വലിയ ചർച്ചകളിലൊന്ന് ഈ ശരിക്കും IPL എൽ ക്ലാസിക്കോ ഉണ്ടോ എന്നാണ്. ഇത് പടിവാരം ക്ലാസിക്കോ അല്ലേ എന്നാണ് പൊതുവെ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരുന്നത്. കാരണം രണ്ട് ടീമും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഈ മത്സരത്തിന് മുമ്പുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ നിലവിലെ അവസ്ഥകൾ വെച്ച് മുംബൈക്കൊരു മേൽക്കൈ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നൈ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർ രണ്ടുപേർ ഇപ്പോൾ തന്നെ പിന്നെ പരിക്ക് പറ്റി പുറത്തായിരിക്കുന്നു. അതും നല്ല ടച്ചിലുള്ള ആയിഷ് മാത്രമാണ് പുറത്തായിട്ടുള്ളത്. ഖലീൽ അഹമ്മദിനെ പോലൊരു ബോളർ പോയിരിക്കുന്നു. അപ്പോൾ അവർ 14 കോടിയും 18 കോടിയൊക്കെ മുടക്കിയിട്ട് കൊണ്ടുവന്ന പിന്നെ കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീർ അടക്കമുള്ള ആളുകൾ ടച്ചിലായിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഉർവിൽ പട്ടേൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ടോസ് ഭാഗ്യം പിന്നെ മുംബൈക്കൊപ്പമാണ് നിന്നത്. സ്വാഭാവികമായിട്ടും വാങ്കഡയിൽ ആദ്യം ബോൾ എടുക്കുന്ന ടീമിനാണ്. സ്വാഭാവികമായിട്ടും ഹാർദിക് പാണ്ഡ്യയ്ക്ക് സർഫേസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം ടോസ് കിട്ടി ഉടൻ തന്നെ ബോളിംഗ് എടുത്തത്. സോ കളി തുടങ്ങുന്നതിന് മുമ്പ് വരെ സാഹചര്യങ്ങൾ മുഴുവൻ പിന്നെ മുംബൈക്ക് അനുകൂലമായിരുന്നു. നമ്മൾ പിന്നെ 11 വൈസ് സ്ക്വാഡ് ഡെപ്ത് വൈസ് ഒക്കെ നോക്കുമ്പോഴും ഹോം ഗ്രൗണ്ട് ടോസ് എല്ലാം അവരുടെ വഴിയിലായിരുന്നു. പക്ഷേ ചെന്നൈ നിരയിൽ സഞ്ജു സാംസൺ എന്നൊരൊറ്റ മനുഷ്യനുണ്ടായിരുന്നു. സഞ്ജുവിന് മുന്നിലാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ മുംബൈ തോറ്റുപോയത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ സഞ്ജുവിൻ്റെ ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ ബാറ്റിംഗ് വല്ലാതെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഋഷഭ് പന്ത് അവിടെ ഒരു ക്യാപ്റ്റൻസി മീറ്റിലാണ്. പിന്നെ മിനിഞ്ഞാത്ത മത്സരത്തിൽ ഒരു 150 മുകളിൽ മാത്രം ചേസ് ചെയ്യാനുള്ള ഒരു ഘട്ടത്തിൽ 1 ഡൗൺ ആയി ഋഷഭ് പന്ത് ക്രീസിലേക്ക് വരുന്നു. പിന്നെ തീരെ ഉത്തരവാദിത്തം ഇറസ്പോൺസിബിൾ ആയ ഒരു ഇന്നിങ്സ് അദ്ദേഹം കളിക്കുന്നു. ബർഗറിൻ്റെ ഒന്നാമത്തെ പന്ത് മുതൽ തന്നെ 250 മുകളിൽ പിന്നെ റൺസ് മുമ്പിലുള്ളതുപോലെ വലിയൊരു വിജയലക്ഷ്യമുള്ളതുപോലെ അദ്ദേഹം 1-ാം ബോൾ മുതൽ ഹിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒന്നും കണക്റ്റ് ആകാതെ പോകുന്നു. അപ്പം നമ്മൾ ഒരു 10-18 മാസം മുമ്പാണ് മറ്റേ MCGയിൽ വെച്ചിട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ പിന്നെ സ്റ്റുപ്പിഡ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. കാരണം ചില ഘട്ടങ്ങളിൽ നിങ്ങൾ റെസ്പോൺസിബിളായി ബാറ്റ് ചെയ്യേണ്ട സമയമുണ്ട്. ടീമിൻ്റെ വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ഇപ്പോൾ തേർഡ് മാൻ ആയിരുന്നു. തേർഡ് മാനിൽ 2 പിന്നെ ഫീൽഡർമാർ ഒരുക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഷോട്ട് തന്നെ നിങ്ങൾ അടിക്കുക. ഒരുപാട് ഷോട്ട് കളക്ഷൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ അലസമായി കളിക്കുക, ഇറസ്പോൺസിബിളായി കളിക്കുക എന്നൊക്കെ 10-18 മാസം മുമ്പ് സുനിൽ ഗവാസ്കർ ഈ പന്തിനെ കുറിച്ച് പറഞ്ഞത്. സെയിം പന്തിനാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സഞ്ജുവിൻ്റെ ട്രാൻസിഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും സഞ്ജുവിന് അറിയാം റെസ്പോൺസിബിളായി കളിക്കേണ്ട ഒരു സമയമാണിത്. എന്നിട്ടും അദ്ദേഹം പവർ പ്ലേയിൽ ചെന്നൈയുടെ സ്കോർ എത്രയാണ്? 10-72 മുകളിൽ പോയിട്ടുണ്ട്. കളിക്കേണ്ടവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ പിന്നെ കരുതലോടെ കളിക്കേണ്ട ഓവറുകളിൽ അദ്ദേഹം കരുതലോടെ കളിച്ചിട്ടുണ്ട്. ചില ഓവറുകൾ ബൗണ്ടറിയിൽ. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെവാൾഡ് ബ്രവിസ് ഒക്കെ പുറത്തായതിനു ശേഷം ചെന്നൈ സ്ട്രഗിൾ അനുഭവിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ളതാകെ ഓവേർട്ടനും കാർത്തിക് ശർമ്മയോ മറ്റോ ആണ്. ആകെ 1-2 വിക്കറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പിന്നെ ബാറ്റർമാരില്ലാത്തൊരവസ്ഥയിൽ സഞ്ജു ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു. ഒരു 8-ാമത്തെ ഓവർ മുതൽ 16-ാമത്തെ ഓവർ വരെ സഞ്ജു ഒരൊറ്റ ബൗണ്ടറി അടിച്ചിട്ടുള്ളത്. എങ്ങനെ? പിന്നെ പവർ പ്ലേ മുതൽ നന്നായി ഹിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സഞ്ജു, എന്നാൽ അപ്പുറത്ത് വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. ചെന്നൈ സീസണിൽ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട 2 സ്ട്രഗിളുകളൊന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരായ ഓപ്പണർ അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിവൻ ദൂബെ അവരുടെ അതായത് ടോപ്പ് ഓർഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററും പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളും ഫിനിഷർ റോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 2 ആളും ഈ ടൂർണമെൻറ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ഇന്നലെ കുറച്ചുകൂടി ഗെയ്ക്വാദ് മൊമെൻറ്റം കണ്ടെത്തി വരികയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പിന്നെ ഗസാൻഫറിനെ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും ഹാർദിക് പാണ്ഡ്യ ഇന്നലെ 2 ഓവർ കഴിയുമ്പോഴേക്കും 30 മുകളിൽ ചെന്നൈ സ്കോർ ചെയ്ത സമയത്ത് ഗസാൻഫറിനെ കൊണ്ടുവരുന്നു. ഗസാൻഫർ 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നു. അപ്പോൾ അത് ടാക്ടിക്കലി ഒരു ബ്രില്യൻ ഡിസിഷൻ ആയിരുന്നു. അവിടെ മുതൽ സഞ്ജു കരുതലോടെ കളിച്ചു തുടങ്ങുന്നു. ഒരു 8-ാമത്തെ ഓവർ ആകുമ്പോഴേക്കും അദ്ദേഹം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ ബ്രവിസ് അപ്പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രവിസിൻ്റെ വിക്കറ്റ് പോകുന്നു. അങ്ങനെ വിക്കറ്റുകൾ അപ്പുറത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും 200 മുകളിൽ സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാങ്കഡയിൽ നടക്കില്ല എന്നറിഞ്ഞ് അദ്ദേഹം ഡെത്ത് ഓവറുകൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഹാർദിക് പാണ്ഡ്യ എടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലണ്ടർ ഡിസിഷനിലൊന്ന്, പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് 2 ഓവർ ബാക്കിയുണ്ട്.
കൃഷി ഭഗത്തിനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ മത്സരമാണിത്. ഇപ്പോൾ ഒന്നാമത്തെ ഓവറിൽ സഞ്ജുവിൻ്റെ അടി കൊണ്ട് നിൽക്കുകയാണ്. ഈ അടി കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് 20ാമത്തെ ഓവർ കൂടെ എടുത്ത് കൊടുക്കുകയാണ്. കൃഷ് ഭഗത്ത് ഇന്നലെ എറിഞ്ഞ 12 ബോളും ഫേസ് ചെയ്തത് സഞ്ജു എന്നുള്ളതാണ്. അതായത് സഞ്ജു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പോലുമില്ല. അവസാന ഓവറിൽ സിംഗിൾ ഇടാൻ മുതിർന്നിട്ടില്ല. എന്നിട്ട് 3 6ഉം 3 4ഉം ഈ ഓവറിൽ, അതായത് 2 ഓവറിൽ 30 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓവറിൽ അടികൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടി അനുഭവ സമ്പത്തുള്ള ഹാർദിക് പാണ്ഡ്യ പന്തെടുക്കുക എന്നൊന്നും, ഹാർദിക് പാണ്ഡ്യയ്ക്ക് അടികൊണ്ട് നിൽക്കുക എന്ന റിയാലിറ്റിയാണ്. അത് പവർ പ്ലേയിലായിരുന്നു എന്ന് നമുക്ക് വെക്കാം. പക്ഷേ അദ്ദേഹത്തിന് പന്തെടുക്കാമായിരുന്നല്ലോ, എന്നിട്ടും അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സഞ്ജുവിന് സെഞ്ചുറി അടിക്കാൻ ഇട്ട് കൊടുത്തതുപോലെ. അങ്ങനെ ചില ടാക്ടിക്കൽ ബ്ലണ്ടറുകൾ. അതേസമയം ഗസാൻഫർ അവർക്ക് വേണ്ടി ഇപ്പോഴും ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറ ഒരു കവർ ഡ്രൈവ് കൊണ്ടാണ് തുടങ്ങിയത്. സഞ്ജു ഈ മത്സരത്തിൽ അടിച്ച 2 സുപ്രധാന ഷോട്ടുകളും പിന്നെ ജസ്പ്രീത് ബുംറയ്ക്കെതിരെയാണ്. 19ാമത്തെയോ മറ്റോ ഓവറിൽ ആ ഫ്രീ ഹിറ്റ് കിട്ടിയതിന് ശേഷം ഉറപ്പായും അടുത്ത ബോൾ യോക്കറാണ് എന്നറിഞ്ഞ് സഞ്ജു ഒന്ന് സ്റ്റെപ്പ് ഓവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഒരു റിവേഴ്സ് കൂപ്പ് അടിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഷോട്ടായിരുന്നു. അങ്ങനെ ബുംറയ്ക്കെതിരെ, എന്നിട്ട് ബുംറയും സഞ്ജുവും ആ ഓവറിന് ശേഷം ആ ഷോട്ടിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ സെഞ്ചുറിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യയും പിന്നെ ജസ്പ്രീത് ബുംറയും തിലകും സൂര്യയും ഒക്കെ വന്ന് അദ്ദേഹത്തെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടു. ഇവിടെ ചെന്നൈ വിജയിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ പവർ പ്ലേയിൽ അവർ അക്കീൽ ഹുസൈനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. SRHനെതിരെ അവർ അക്കീൽ ഹുസൈനെ ഇറക്കാതിരിക്കാനുള്ള കാരണമായി മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചർച്ചകളിലൊന്ന്, പിന്നെ SRHൽ പിന്നെ അഭിഷേക് ശർമ്മയെ പോലെ ട്രാവിസ് ഹെഡിനെ പോലെ ഉള്ള ലെഫ്റ്റീസ് ആയിട്ടുള്ള പവർ ബിഗ് ഹിറ്റേഴ്സ് ഉണ്ട്. ആ സർഫേസ് അക്കീൽ ഹുസൈനെ പോലെ ഒരു ബോളർക്ക് ചേർന്ന് പിന്നെ ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് SRH മത്സരത്തിൽ മാറ്റി നിർത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ മുംബൈക്കെതിരെ തിരിച്ചു കൊണ്ടിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഉർവിൽ പട്ടേൽ ഇറങ്ങുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം എന്നിട്ടും കാർത്തിക് ശർമ്മയാണോ ഉർവിൽ പട്ടേൽ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഇന്നലെ ആ ഇന്നിങ്സ് പിന്നെ ചെന്നൈയുടെ ഇന്നിങ്സ് കഴിഞ്ഞ സമയത്ത് മൊത്തത്തിൽ ചെന്നൈ ആരാധകർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 200 മുകളിലൊരു പിന്നെ ടാർജറ്റ് വച്ചിട്ടും അവർക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വന്നിട്ടില്ല. പക്ഷെ അക്കീൽ ഹുസൈനാണ് ശരിക്കും മുംബൈയുടെ കയ്യിൽ നിന്ന് ആ കളി തട്ടിപ്പറിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രില്യൻ ഡിസിഷനായിരുന്നു ഗെയ്ക്വാദിനെ സംബന്ധിച്ചിടത്തോളം അക്കീൽ ഹുസൈനെ പവർ പ്ലേയിൽ തന്നെ 2 ഓവർ ഏൽപ്പിക്കുക എന്നുള്ളത്. അതിലൊരു ഓവറിൽ നവൻധീറിൻ്റെ വിക്കറ്റ് വീണ ആ ഓവർ മെയ്ഡിൻ വിക്കറ്റാണ്. അതായത് പവർ പ്ലേയിൽ ഒരു സ്പിന്നർ മെയ്ഡിൻ ഓവർ എറിയുക വിത്ത് ഒരു വിക്കറ്റ് കൂടെ എന്ന് പറയുന്ന സമയത്ത് അത് ശരിക്കും ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ നൂർ അഹമ്മദിൻ്റെ ഒരു ഓവർ വളരെ നിർണായകമായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെയും റുദർഫോർഡിൻ്റെയും വിക്കറ്റ് എടുത്ത ആ ഓവറോടെ ഏറെക്കുറെ കളി തീർന്നിട്ടുണ്ട്. ചെന്നൈക്ക് ഈ കളി കൊണ്ടുകൊടുത്ത് തന്നെ അതായത് ചെന്നൈയെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്ന സമയത്ത് അവർക്ക് എല്ലാ കാലത്തും പിന്നെ RHനെ പോലെ രവീന്ദ്ര ജഡേജയെ പോലെയുള്ള പിന്നെ ലോകോത്തര സ്പിന്നർമാർ അവരുടെ നിരയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു അക്ഷരാർത്ഥത്തിലുള്ള റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചിലപ്പോൾ അക്കീൽ ഹുസൈനെയും നൂർ അഹമ്മദിനെയും കാണേണ്ടി വരിക. പ്രത്യേകിച്ച് നൂർ അഹമ്മദിനെ അങ്ങനെ തന്നെ നമ്മൾ എന്തായാലും കാണേണ്ടി വരും. നൂർ അഹമ്മദ് ഈ ടൂർണമെൻറ്റിൽ തുടക്കം മുതൽ തന്നെ കുറേ സ്ട്രഗിളുകൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കളിയിലേക്ക് തിരിച്ചു വരുന്നു, നിർണായക വിക്കറ്റുകൾ എടുക്കുന്നു. സോ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവാണ് ഒരു മത്സരം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. മുംബൈയെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഹിത് ശർമ്മ ഇന്നലെ വാങ്കഡയിൽ രോഹിത് എന്ന വിളികൾ നമ്മൾ കുറേ തവണ ആരാധകരിങ്ങനെ വിളിക്കുന്നത് കണ്ടു. പിന്നെ വിൽ ജാക്സ് തിരിച്ചു വന്നിട്ടില്ല. റുദർഫോർഡ് അവരുടെ ഫിനിഷർ റോളിൽ നന്നായി കത്തേണ്ട ഒരു മനുഷ്യൻ തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു. ഹാർദിക് പാണ്ഡ്യ പരാജയപ്പെടുന്നു. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്നിട്ട് ഇടയിലുണ്ടാക്കിയ കൂട്ടുകെട്ടാണ് ഒരു പ്രതീക്ഷ നൽകിയത്. അത് പൊളിക്കാൻ വരെ അക്കീൽ ഹുസൈനെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഗെയ്ക്വാദ് മുംബൈക്ക് പണിയെടുക്കുന്നതെന്നാണ്. സോ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ മത്സരത്തെക്കുറിച്ച്. ചെന്നൈ മികച്ച രീതിയിൽ കളിച്ചു, അതുകൊണ്ട് മുംബൈ തോറ്റു. അവിടെ വേറെ താത്വികമായ അവലോകനങ്ങൾക്കൊന്നും ഇവിടെ ഇനി പ്രസക്തിയൊന്നുമില്ല. മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകളാണ് ഇതോടുകൂടി ഏറെക്കുറെ തീരുമാനമാകുന്നത്. ടീം എന്ന നിലയിൽ അവർക്ക് ഒരു തരത്തിലും മുന്നേറാൻ കഴിയുന്നില്ല. ഇത്തവണ മുംബൈ ഇനി പ്ലേ ഓഫ് സ്വപ്നം കാണണം. അത് ഈ വാങ്കഡയിൽ അവർ തോൽക്കുക എന്ന് പറയുന്ന അവർക്കുണ്ടാക്കുന്ന ഒരു ആഘാതം ഉണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ ഗ്രൗണ്ടാണ്. അതും ചെറുവരികളായ ചെന്നൈക്കെതിരെയാണ് തോൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഇന്നലത്തെ ആ ഒരു ഫാൻസിൻ്റെ ഒരു ആരവം ഇതൊക്കെ കാണാമായിരുന്നു. നമ്മൾ ഈ മത്സരം കാണുമ്പോഴൊക്കെ വാങ്കഡയിൽ കളി കാണുമ്പോഴും അതിനൊരു പ്രത്യേക ഒരു ഭംഗിയും ഒരു കാഴ്ചയുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ചെന്നൈക്കെതിരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം കൂടിയുണ്ട്. പക്ഷേ ഇന്നലെ ആ മത്സരം ഒരു ഏകപക്ഷീയമായ രൂപത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് ശരിക്ക് ആ കളി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പോകുന്നത്. അത് ചെന്നൈ ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈയെ മറികടക്കാൻ ഏതൊരു ബാറ്റിങ്ങിൽ സഞ്ജുവിനെ പുറത്താക്കാനുള്ള ഒരു ശ്രമവും അവരുടെ വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മുംബൈ എടുക്കുന്ന ഡിസിഷൻ പലപ്പോഴും തെറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ കൃഷ് ഭഗതിനൊക്കെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെയൊക്കെ സഞ്ജു അടിച്ചെടുത്ത് റൺസ് എടുക്കുന്ന ഒരു സമയത്ത് പോലും എങ്ങനെ അവിടെ സഞ്ജുവിനെ ഒന്ന് പൂട്ടിയിടണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മുംബൈക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഈ ചെന്നൈ ഇനി എങ്ങനെ ഈ ഒരു കളി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ചെന്നൈക്ക് കഴിയുമോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം
ഇന്നലെ സഞ്ജുവിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ബാക്കി ഒരാളും നല്ലൊരു കൂട്ടുകെട്ട് കൊടുക്കാനോ മറ്റൊന്നും ഒരു ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നലെ ഒരു മുംബൈക്കെതിരെ വാങ്കഡയിൽ ജയിക്കുക എന്നുള്ള ഒരു ആശാവഹമായ കാര്യമാണെങ്കിൽ പോലും, പക്ഷേ അത് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വെറും ഒരു സഞ്ജു മാത്രം കളിച്ചത് കൊണ്ട് മാത്രം ടീമിനെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടിയും ഇവിടെ ബാക്കിയുണ്ട്. അപ്പോഴും ചില ചെന്നൈ ഫാൻസ് പറയുന്നത് ഒരു സഞ്ജു മാത്രം കളിച്ചുകൊണ്ട് ഒരു ലോകകപ്പും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ആശങ്കയുണ്ടല്ലോ. കാരണം സഞ്ജു ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടാണല്ലോ മത്സരങ്ങളിൽ, കഴിഞ്ഞ മത്സരങ്ങൾ ഒന്ന് ഫോമായാലും തൊട്ടടുത്ത മത്സരം ചിലപ്പോൾ ഫോം ഔട്ടാവും. അത് ഈ ചെന്നൈ തോൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സഞ്ജു കളിച്ചാൽ ചെന്നൈ ജയിക്കും എന്നുള്ളൊരു നരേഷൻ കൂടി വന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സഞ്ജുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ മുന്നോട്ട് പോകുന്നതും ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർഫറാസ് ഖാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒന്ന് ഫോമിലേക്ക് കൂടി വരികയാണെങ്കിൽ, ഇന്നലെ ആ സ്കോറ് നമ്മളൊക്കെ ഇന്നലെ കളി കാണുമ്പോഴേ തന്നെ കരുതിയത് 200 പോരാ മുംബൈയിൽ വാങ്കഡയിൽ എന്നുള്ളതാണ്. വാങ്കഡയിൽ 200 ഉണ്ടായാൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ടീമിന് മുംബൈക്കെതിരെ പ്രത്യേകിച്ച് അവിടെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വിജയിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ നിർണായകമായ സമയത്ത് ചെന്നൈയുടെ ബൗളിംഗ്, അത് അഖിൽ ഹുസൈനും ടീമും അത് ആ ഒരു രീതിയിൽ അവരുടെ മികച്ച പെർഫോമൻസ് കണ്ട ഒരു പോരാട്ടം, അത് വളരെ നിർണായകമായിരുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ടത് മുംബൈയുടെ ഇന്നലെ ആ തുടക്കം തന്നെ പാളി എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ആ പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ്, അതും 3 ഓവർ ആകുന്നതിന് മുമ്പ് 2.3 ഓവറിൽ തന്നെ 3 വിക്കറ്റാണ് അവരുടെ നഷ്ടപ്പെടുന്നത്. കിൻഡൻ ഡീകോക്കിനെ ഉൾപ്പെടെ മുകേഷ് ചൗധരിയാണ് ഇന്നലെ കിൻഡൻ ഡീകോക്കിനെ ക്ലീൻ ബോൾഡ് ആക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്, ഇന്നലെ ചെന്നൈ ഒരു കറുത്ത ആംബാൻഡ് ധരിച്ചിട്ടാണ് ഇന്നലെ മത്സരത്തിൽ വരുന്നത്. മുകേഷ് ചൗധരിയുടെ അമ്മ അതിന് 2 ദിവസം മുമ്പ് മരിക്കുകയുണ്ടായി. അതാണ് ഇന്നലെ കറുത്ത ആംബാൻഡ് ധരിച്ചത്. അപ്പോൾ അദ്ദേഹമാണ് ആ ഒരു സങ്കടത്തിനിടയിൽ നിന്നും പോലും അദ്ദേഹം ഇന്നലെ ഒരു നല്ലൊരു ബോൾ ചെയ്ത് ഡീകോക്കിനെ പോലെയുള്ളൊരു താരത്തെ ക്ലീൻ ബോൾഡാക്കി പിന്നീട് ആ മത്സരത്തിലേക്ക് കൊണ്ടുവരികയാണ് ശരിക്കും ഈ ടീമിനെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഖിൽ ഹുസൈൻ്റെ പ്രകടനം, നൂർ അഹമ്മദിൻ്റെ പ്രകടനം, തുടർച്ചയായിട്ടുള്ള 2 വിക്കറ്റുകൾ നേടുന്ന നൂർ അഹമ്മദിൻ്റെ പ്രകടനം, ഇങ്ങനെ ഒരു ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബാറ്റിങ്ങിൽ സഞ്ജു സാംസന്റെ ഒറ്റയാൾ പോരാട്ടം, ബൗളിങ്ങിൽ അത് ടീമിൻ്റെ ഒരു ആ ടീം ബൗളിംഗ് യൂണിറ്റ് കൃത്യമായിട്ട് വിജയിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ജുവിൻ്റെ ഇന്നലെ നമ്മുടെ ചെന്നൈയുടെ ഇന്നലത്തെ ഒരു വിജയം എന്ന് പറയുന്നത് 103 റൺസിൻ്റെ വിജയം. ആ 103 റൺസിൻ്റെ വിജയത്തിനും വലിയ റെക്കോർഡ് നേട്ടമുണ്ട്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം നേരത്തെ പഞ്ചാബ് കിങ്സിനെതിരെയാണെന്ന് തോന്നുന്നു, അവരുടെ വിജയം 87 റൺസിനുണ്ടായിരുന്നു. ആ വിജയം അത് അവർ ഒന്നുകൂടിയും ഊട്ടിയുറപ്പിച്ചു. അത് മുംബൈക്കെതിരെ വലിയ വിജയത്തിലെത്തുന്നു എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈക്കെതിരെ ഇങ്ങനൊരു തോൽവി തോൽക്കുക എന്നുള്ളത്, 103 റൺസിനൊക്കെ തോൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു വലിയ വിഷമുണ്ട്. അത് ഇന്നലെ ചെന്നൈ അത് ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുത്തു എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുപോലൊപ്പം തന്നെ സഞ്ജു സാംസൺ ഇന്നലെ സെഞ്ചുറി അടിച്ചത്, ഒരു ചെന്നൈ താരം മുംബൈക്കെതിരെ അടിക്കുന്ന ഒരു സെഞ്ചുറി, ആദ്യ സെഞ്ചുറി ആണെന്നാണ് ആ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നലെ സഞ്ജു ആ ഒരു സെഞ്ചുറി നേടുമ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ചെന്നൈയുടെ പുസ്തകത്തിലേക്ക് അത് സഞ്ജുവിൻ്റെ പേരിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു മഞ്ഞപ്പടയുടെ ദിവസം കൂടിയാണ് ഇന്നലത്തെ ഒരു ദിവസം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്ന ഒരു മഞ്ഞപ്പട, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു താരത്തിൻ്റെ ചിറകിലേറി അപ്പുറത്ത് ചെന്നൈ വിജയിക്കുന്നു എന്ന് പറയുന്നതും ഒരു മഞ്ഞ ദിവസമായിട്ട് കൂടി ഇന്നലെ മാറി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് അതൊരു അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒരു സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ആ ഒരു രീതിയിൽ നമുക്കത് മലയാളികൾക്ക് പ്രത്യേകിച്ച് ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതിൽ പറയാനുള്ളത്, ഈ സഞ്ജുവിൻ്റെ മാത്രം പ്രകടനം എന്നുള്ളത് പറയുന്നത് പ്രത്യേകിച്ച് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാവും എന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലത്തെ ഒരു വിജയം ഒരു ആവേശകരമാണെങ്കിലും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അത് മികച്ച വിജയം എന്ന് തന്നെ പറയാമെങ്കിലും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജുവിനോടൊപ്പം മറ്റു താരങ്ങൾ കൂടി, ഇന്നലെ ബ്രവിസും അതുപോലെ തന്നെ ഗീക്കോ അതുവരെയൊക്കെ ഒന്ന് പൊരുതാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ കൂടി അവർ കൂടി ഒന്ന് പെർഫോം ചെയ്തു വന്നാൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പേടിക്കാനില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കൂടിയുണ്ട്. റൈറ്റ്, ഉറപ്പായിട്ടും. അപ്പോൾ അതിന് സുരേഷ് റെയ്ന, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ സുരേഷ് റെയ്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറയുന്നത്, ഒരുപാട് ഒരു ചെന്നൈയിൽ നിന്നുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഒരു ടീമിനെ വിജയിപ്പിക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഓമിച്ചത് മഹേന്ദ്ര സിംഗ് ധോണിയുമായിട്ടാണ്. സഞ്ജു ആ ശ്രേണിയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സഞ്ജു കളിച്ചാൽ, ഇപ്പോൾ ജസീം ഉൾപ്പെടെ അതുപോലെ ചെന്നൈയുടെ എല്ലാ ആരാധകരും പറയുന്ന, ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം പറയുന്നു, സഞ്ജു കളിച്ചാൽ മാത്രം ചെന്നൈ വിജയിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളത്. എത്ര പെട്ടെന്നാണ് ഒരു പ്ലെയർ ഒരു ഫ്രാഞ്ചൈസിയുടെ മൊത്തമായി മാറുന്നത്, അതായത് കംപ്ലീറ്റ് പ്രതീക്ഷകളും ചുമലിലേറ്റുന്നതാണ്. സഞ്ജു 7 മത്സരമാണ്
ഈ മഞ്ഞ ജേഴ്സിയിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സീസണിലാണ് അദ്ദേഹം വരുന്നത്. ആദ്യത്തെ 3 മത്സരങ്ങളിൽ അദ്ദേഹം ഫ്ലോപ്പായിരുന്നു. പക്ഷേ ശേഷിച്ച 4 മത്സരം കൊണ്ട് അത്രമാത്രം പ്രതീക്ഷ നൽകാൻ സഞ്ജുവിനായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. സഞ്ജു എന്ന ഒരു നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു പ്ലെയർ ഈ വിധം ഒരു ഫ്രാഞ്ചൈസിയുടെ ടീമിൻ്റെ നാഷണൽ ടീമിൻ്റെ ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രതീക്ഷകളിലും ചുമലിലേറ്റാൻ പാകത്തിൽ അദ്ദേഹം വളരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിലേക്ക് ഇപ്പോൾ ആരിസും ജസീമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അത്രമാത്രം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ മത്സരശേഷം സഞ്ജു പറയുന്നുണ്ട് ഒരു ടിപ്പിക്കൽ വാങ്കഡെ സർഫീസ് ആയിരുന്നില്ല എന്നുള്ളത്, അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കളിക്കാനെന്ന് പറയുന്നുണ്ട്. അത് കണക്കാക്കി തന്നെയാണ് സഞ്ജു ഫസ്റ്റ് തുടക്കത്തിൽ നന്നായിട്ട് കളിച്ചെങ്കിലും പിന്നീട് കൃത്യമായിട്ട് ഒരു സ്ലോ ഡൗൺ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു 22 ബോളിൽ 40 നേടിയതിനു ശേഷം പിന്നെ 16 ബോൾ അദ്ദേഹം റണ്ണേബോൾ സിറ്റുവേഷനിലാണ് കളിക്കുന്നത്. പിന്നീട് വീണ്ടും ഒരു ഗിയർ ഷിഫ്റ്റ് നടത്തുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സെഞ്ചുറി പോലും ഒരു കൈൻഡ് ഓഫ് ഒരു നാടകീയത നിറഞ്ഞായിരുന്നു. നമ്മൾ ഒരു ഘട്ടത്തിൽ സെഞ്ചുറി അടിക്കില്ല എന്നൊക്കെ കരുതിയിരുന്നു. 85 റൺസായിരുന്നു അദ്ദേഹം ലാസ്റ്റ് ഓവറിൽ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ബോളിലാണ് ഇടയ്ക്ക് 1-2 ഡോട്ട് ബോൾ വന്നപ്പോഴൊന്നും ഓടാൻ ശ്രമിച്ചില്ല. സഞ്ജുവിന് സെഞ്ചുറിയും ഒപ്പം തന്നെ ടീം ഡോട്ടിലൊരു 200+ എത്തുക എന്നുള്ളൊരു ടാർഗറ്റ് കൂടി പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവസാന ബോളിലൊരു ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തുന്നത് പോലും. അങ്ങനെ അത്തരത്തിൽ അതിഗംഭീരമായൊരു ഇന്നിങ്സ് തന്നെ സഞ്ജു നടത്തി. അത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെ പറയുകയും ചെയ്തു. സഞ്ജുവിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് ഇതിൽ പ്രത്യേകം മാറേണ്ടത്. പക്ഷേ മുംബൈയെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവരുടെ പ്ലാൻ ഏറെക്കുറെ കൃത്യമായിരുന്നു. കാരണം സഞ്ജു ഒരു എക്സ്പെക്ടറായി എന്നുള്ള സത്യം തന്നെയാണ്. അപ്പോൾ സെഞ്ചുറി നേടിയ 200 റൺസ് പിറന്ന മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു കഴിഞ്ഞാൽ പിന്നെ 21 റൺസ് എടുത്ത ഋതുരാജ് സിംഗ് ഗെയ്ക്വാഡ്, 22 റൺസ് എടുത്ത ഋതുരാജ് മാത്രമാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം സഞ്ജു ഒറ്റയ്ക്കായി ഇന്നിങ്സ് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ ആരും ബ്രവിസ് ഒഴികെ വേറെ ആരും കാര്യമായിട്ട് കളിച്ചില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ചില പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ മുംബൈ പൊളിച്ച രീതികളുണ്ട്. ഇപ്പോൾ സർഫ്രാസിൻ്റെ വിക്കറ്റ്, സർഫ്രാസ് നല്ല ടച്ചിൽ നിൽക്കുന്നു തോന്നിയ സമയത്ത് സാന്നർ വന്നിട്ട് വിക്കറ്റിന് തൊട്ട് മുമ്പുള്ള ബോൾ 95 അദ്ദേഹത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ആ വിക്കറ്റ് നേടിയ ബോൾ 75, 20 km/h കുറച്ച് 75 km/hയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ വിക്കറ്റ് ഇടുന്നത്. അതൊരു സ്വീപ്പിനെ ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇന്നലത്തെ കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വീഴ്ത്തിയ സ്പിന്നർമാരെല്ലാം, വിക്കറ്റ് എടുത്ത സ്പിന്നർമാരെല്ലാം ഓവർസീസ് സ്പിന്നർമാരായിരുന്നു എന്നുള്ളൊരു കൗതുകം കൂടി അതിനകത്തുണ്ട്. 2 അഫ്ഗാനിസ്ഥാന്. അപ്പോൾ അതിൽ അക്കീൽ ഹുസൈൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 4 ഓവറിൽ 14 ഡോട്ട് ബോൾ എറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ ചെറിയ 4 ഓവറിൽ തന്നെ 14 ഡോട്ട് ബോളുകൾ എറിയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറി പിറന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിന് പ്ലെയർ ഓഫ് ദ മാച്ച് തീർച്ചയായിട്ടും അർഹതപ്പെടാവുന്നൊരു പ്ലെയർ കൂടിയാണ് അക്കീൽ. അക്കീലിനെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഋതുരാജിൻ്റെ നല്ലൊരു തീരുമാനം തന്നെയാണ്. ഒപ്പം ടച്ചിലേക്ക് എത്തി എന്ന് തോന്നിക്കാൻ ഋതുരാജിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം തുടങ്ങാൻ കഴിഞ്ഞു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ പോലും ചെന്നൈക്ക് ആശ്വസിക്കാനുള്ള 1-2 ഘടകങ്ങൾ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അറ്റ് സെയിം ടൈം ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി നമ്മളിങ്ങനെ എടുത്ത് പറഞ്ഞാൽ മതിയോ. ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി ടൂർണമെൻറ്റിൽ പിന്നെ പല ക്യാപ്റ്റൻസികളും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ക്യാപ്റ്റൻസിയുടെ ഭാരം ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് പിന്നെ ഫോമാകാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണം നേരിടുന്ന 2 ക്യാപ്റ്റന്മാരുണ്ട്, ഋഷഭ് പന്തും ഋതുരാജ് ഗെയ്ക്വാദ്, റിയാൻ പരാഗ് അടക്കമുള്ള ആളുകൾ. സോ ഋതുരാജ് ഗെയ്ക്വാദ് ഇന്നലത്തെ മത്സരത്തിൽ ഈ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ടച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ തിലക് വർമ്മയെ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് തൊട്ടുമുമ്പുള്ള മത്സരത്തിൽ തിലക് വർമ്മ എങ്ങനെയാണ് അവസാന ഓവറുകളിൽ, ഡെത്ത് ഓവറുകളിലൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ ഗിയർ അങ്ങ് 5th മാറ്റിയത്, എന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം വലിയൊരു സ്കോറിലേക്ക് ടീമിനെ കൊണ്ടെത്തിച്ചത്. സോ ആ പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്. റുദ്രഫോർഡിനെ പോലെയുള്ള ബാറ്റർമാർ വരാനിരിപ്പുണ്ട്, ഹാർദിക് പാണ്ഡ്യയെ പോലെയുള്ള ബിഗ് ഹിറ്റർമാർ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്കോർ ഡെപ്ത് കൃത്യമായി അറിയാം. അപ്പോൾ ടച്ചിലായി കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഒരു 10 ഓവർ കഴിയുമ്പോഴേക്കും 69-3 എന്ന നിലയിലേക്കാണ്. അടുത്ത 10 ഓവറിൽ ഇവർ രണ്ടാളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ തീരും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അക്കീൽ ഹുസൈനെ കൊണ്ടുവരുന്നത്. അക്കീൽ ഹുസൈൻ തന്നെയാണ് തിലക് വർമ്മയെ കളയുന്നത്. പിന്നെ തൊട്ടടുത്ത ഓവറിലാണ് നൂർ അഹമ്മദ് വരുന്നത്. ആ ഓവറിലാണ് ഹാർദിക് പാണ്ഡ്യയും റുദർഫോർഡും പോകുന്നത്. സോ കളിയുടെ മൊമെൻറ്റം ശരിക്കും തിരിച്ചത് ആ 2 ഓവറുകളാണ് എന്നാണ്. സോ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആ തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞേ മതിയാവൂ. അൻഷുൽ കാംബോജ് ഇന്നലെ ഇപ്പോൾ വിക്കറ്റുകളുടെ കോളത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ 3 എക്കോണമിയിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ അൻഷുൽ കാംബോജ് ഈ ടൂർണമെൻറ്റിൽ ചെന്നൈയുടെ എക്സ് ഫാക്ടർ എന്ന അർത്ഥത്തിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖലീൽ അഹമ്മദിനെ പോലൊരു മികച്ച ബോളർ അവർക്ക് ഇല്ല. അവർ ആകാശ് മധുവാളിനൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ പോലും പിന്നെ അൻഷുൽ കാംബോജ് എന്ന് പറയുന്ന ബോളർ ശരിക്കും ഈ ടൂർണമെൻറ്റിൽ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുതിയ കുറേ ബോളർമാർ രംഗപ്രവേശം ചെയ്യുന്നു.
പിന്നെ അതും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ സ്ട്രഗിൾ അനുഭവിക്കുന്ന പല ടീമുകൾ, SRH ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രഗിൾ അനുഭവിക്കുന്ന ടീമായിരുന്നു എന്നായിരുന്നു IPL തൊട്ട് മുമ്പുള്ള നമ്മുടെ വിലയിരുത്തൽ. കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ആ വിലയിരുത്തലുണ്ട്. പക്ഷേ സ്റ്റിൽ അവരാകെ മൊത്തത്തിൽ അവരുടെ സ്ട്രെങ്ത് ബോളിംഗ് ആയി മാറുന്നു. ഏറ്റവും മികച്ച ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുള്ള താരങ്ങൾ വരുന്നവർക്ക് നല്ല, അതായത് ആയാലും സക്കിബ് അയ്യൂബ് ആയാലും അത്തരത്തിൽ സക്കിബ് ഹുസൈൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ വരുന്നു. എല്ലാ ടീമുകളിലും നല്ല ക്വാളിറ്റിയുള്ള പേസർമാർ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള കാര്യമാണ്. ഫീൽഡിലൊക്കെ ബോളർമാർ വരിക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവരൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള പാകത്തിന് നന്നായി അറിഞ്ഞുകൊടുക്കും. പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിന്റെ കാലമാണല്ലോ. അപ്പോൾ T20 ക്രിക്കറ്റിൽ ഡോട്ട് ബോളുകൾ എറിയുക, T20 ക്രിക്കറ്റിൽ മെയ്ഡിൻ വിക്കറ്റ് എടുക്കുക, അതൊക്കെ പറയുന്നത് പിന്നെ ഇപ്പോൾ സാക്കിബിനെ കുറിച്ചൊക്കെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സാക്കിബൊക്കെ പിന്നെ വിത്ത് ഷുവർ ഇതിന് ശേഷമുള്ള ടൂർണമെൻറ്റുകളിൽ ഏതെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് അയർലൻഡിനെതിരെയൊക്കെ ടൂർണമെൻറ്റ് വരാനിരിക്കുന്നുണ്ട്. അതിലൊക്കെ പിന്നെ ഇടം കിട്ടുമോയെന്ന അർത്ഥത്തിൽ വരെ ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. ഒരു സിക്സ് പോലും ഇതുവരെ വഴങ്ങാത്ത ബോളറാണ് സാക്കിബ് എന്നുള്ളതാണ്. അത് ഈ IPL ഈ കൂറ്റിനടിയുടെ സമയത്ത് പോലും ഒരു സിക്സ് പോലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്. സെയിം ടൈം നമ്മളിപ്പോൾ ഈ സഞ്ജുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ സഞ്ജുവിൻ്റെ പിഴവുകൾ, ഇപ്പോൾ ഋഷഭ് പന്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രഗിൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഋഷഭ് പന്ത് 28 വയസ്സുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം ഒരു സീനിയർ താരമായി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഇന്നലെ അടക്കമുള്ള ഈ ടൂർണമെൻറ്റിൽ, കഴിഞ്ഞ ടൂർണമെൻറ്റിലൊക്കെ അദ്ദേഹത്തിന് പിന്നെ കൃത്യമായിട്ട് സ്ലോട്ട് ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനം. ഇപ്പോൾ വിമർശനമല്ല, അദ്ദേഹത്തിൻ്റെ ക്രൈസിസായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇതിലേക്ക് വരുന്ന സമയത്ത്, ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്ന സമയത്ത്, ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി 1 ഡൗൺ സ്ലോട്ടിലാണ് സ്ഥിരമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 1 ഡൗൺ സ്ലോട്ട് പതിച്ച് നൽകിയിരിക്കുന്നു. അതിൽ പോലും ഒരൊറ്റ മത്സരത്തിലല്ലാതെ കഴിഞ്ഞ 5 മത്സരത്തിലും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വിന്നിംഗ് പൊസിഷനിലുള്ള കളി ജയിക്കാം. അവർക്ക് ഡെപ്ത് ഉണ്ടല്ലോ. അവർക്ക് പിന്നെ നിക്കോളസ് പൂരനെ പോലെ, മാർച്ചിനെ പോലെ, പിന്നെ ഒരുപാട് താരങ്ങൾ അവരുടെ പിന്നെ ആവനാടിയിൽ ഉണ്ടായിരിക്കെ തന്നെ ഒരു 1 ഡൗൺ പൊസിഷനിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആദ്യം ഒരു മൊമെൻറ്റം കണ്ടെത്തുക എന്ന ഒരു ബേസിക് സാധനം പോലും ഇല്ലാതെ പന്ത് അലക്ഷ്യമായി ഷോട്ടുകൾ കളിക്കുന്ന സമയത്താണ് സഞ്ജുവിനെ പോലെ സ്റ്റാൻഡ് ചെയ്യുക, സർഫേസ് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ പന്ത് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷമൊക്കെ, മിഞ്ഞാന്ത മത്സരത്തിന് ശേഷമൊക്കെ എല്ലാവരും പറയുന്നത്. സഞ്ജു ദ സെയിം ടൈം വാങ്കഡയിലെ സർഫീസിനെ കുറിച്ച് ഇപ്പോൾ സഞ്ജു കളിക്ക് ശേഷം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ വിചാരിച്ചതുപോലെ ബാറ്റിംഗ് അത്ര എളുപ്പമുള്ള സർഫേസ് ഒന്നും ആയിരുന്നില്ല അത്. അങ്ങനെ സർഫേസ് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ പവർ പ്ലേയിൽ നിങ്ങൾ അടിച്ചാലും നിങ്ങൾ പിന്നെ സ്ലോ ഡൗൺ ചെയ്യുക, ഡെത്ത് ഓവറുകളിലേക്ക് മാറ്റിക്കുക, നിങ്ങളുടെ ബാറ്റിംഗ് ഡെപ്ത് മനസ്സിലാക്കുക, കളിയുടെ കണ്ടീഷൻ മനസ്സിലാക്കുക, ടീമിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു മനുഷ്യൻ സെഞ്ചുറിയിൽ തൊടുക, അതും 187 സ്ട്രൈക്ക് റേറ്റിൽ, പവർ പ്ലേയിൽ 200 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതേ സ്ട്രൈക്ക് റേറ്റ്, സമാനമായൊരു സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തിയതിന് ശേഷം ടീമിനെ 200-ലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഇന്നിങ്സ് നമുക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ മത്സരത്തിന് ശേഷം ഇതുവരെ നമ്മൾ സഞ്ജുവിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ അത്രയും ക്വാളിറ്റിയുള്ള ഒരു ബോളിംഗ് യൂണിറ്റിനെതിരെ എന്നുള്ളതാണ്. അതും ആലോചിക്കണം. അതെ, ക്വാളിറ്റിയുള്ള ബോളിംഗ് യൂണിറ്റിനെതിരെ മാത്രമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ദുർബലരായ ബോളർമാരെയും സഞ്ജു തെരഞ്ഞു പിടിച്ചടിക്കുന്നുണ്ട്. അതായത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതെ പോലും അത് മുതലാക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ. സോ സഞ്ജു ശരിക്ക് കണ്ടീഷൻസ് മനസ്സിലാക്കുന്നു, ഭയങ്കര പക്വത എത്തിയിരിക്കുന്നു സഞ്ജുവിന്. സോ എനിക്ക് തോന്നുന്നത് ഉറപ്പായും അടുത്ത ഏകദിന ലോകകപ്പിന് സഞ്ജുവിനെ പരിഗണിക്കും ഇന്ത്യ എന്നാണ്. അത് സഞ്ജു നില പറയുന്ന കാര്യമുണ്ട് കേട്ടോ. മത്സരത്തിന് ശേഷം പറയുന്നുണ്ട് അദ്ദേഹം, ഞാൻ മുൻകൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടല്ല വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കളിയിൽ എങ്ങനെയാണോ താളം കണ്ടെത്താൻ കഴിയുന്നത്, ആ കളി എങ്ങനെ പോകുന്നു അതിനെ താളം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ സഞ്ജു ആ ഒരു രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായിട്ട് ഗ്രൗണ്ട് മനസ്സിലാക്കി. മുമ്പൊക്കെ നമുക്ക് സഞ്ജുവിനൊരു ഭയം ഉണ്ടായിരുന്നത് അദ്ദേഹം പിഴവുകൾ ആവർത്തിക്കുമായിരുന്നു. ഏതാണോ പിഴവിൽ എങ്ങനെയാണ് ഔട്ടായത് അതേ ഒരു പൊസിഷനിൽ ഔട്ടാവുക എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ കാര്യമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സഞ്ജു അദ്ദേഹം നിലയുറപ്പിച്ച് കളിയുടെ താളം മനസ്സിലാക്കി, എങ്ങനെ കളിക്കണമെന്ന് മനസ്സിലാക്കി, ഏത് ബോളറെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാക്കി, കുറച്ചുകൂടി കൂളായി ആ രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിരിക്കും എന്നുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ബൗളർമാർ, ചെന്നൈയുടെ ബൗളർമാർ ഇന്നലെ എല്ലാവരും, ബൗളർക്ക് എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട്, ഓരോ വിക്കറ്റെങ്കിലും എല്ലാവരും നേടിയിട്ടുണ്ട്. ഇപ്പോൾ അൻഷുൽ കമ്പോജിനെ പറഞ്ഞു, അദ്ദേഹം ഇന്നലെ 3 ഓവർ എറിയുമ്പോൾ 10 റൺസ് മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. ഇന്നലെ ഈ മുംബൈ അത്ര അഗ്രസീവായി കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഇന്നലെ അത്ര ഒരു 200-ന് മേലെ പോയിട്ട് ഒരു സ്കോർ, 207 റൺസിൻ്റെ ഒരു സ്കോർ, അത് 208 ലക്ഷ്യം ഇടുന്ന ഒരു മുംബൈ എന്ന ടീം തീർച്ചയായിട്ടും വലിയ ഒരു അഗ്രസീവായിട്ട് കളിക്കും, അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കും എന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചെന്നൈയുടെ ബൗളർമാർ ഇന്നലെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിലാണ് ബൗൾ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വിക്കറ്റും കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ മുകേഷ് ചൗധരി 4 ഓവറിൽ 31 റൺസ് വഴങ്ങി അദ്ദേഹം 1 വിക്കറ്റ് എടുക്കുന്നു. അതോടൊപ്പം തന്നെ നൂർ അഹമ്മദ് 4 ഓവർ എറിയുന്നുണ്ട്, അതിൽ 2 വിക്കറ്റ്, അതും തുടർച്ചയായിട്ടുള്ള 2 വിക്കറ്റാണ് ഈ നൂർ അഹമ്മദും എടുക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഗുർപ്രീത് സിംഗ്
അദ്ദേഹം ഇന്നലെ വിക്കറ്റ് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ 2 ഓവർ മാത്രമാണ് എറിയുന്നത്. വെറും 7 റൺസാണ് അദ്ദേഹം വഴങ്ങുന്നത്. ഈ ഐ പി എല്ലിലെ 3ാമത്തെ വിക്കറ്റാണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെന്നൈയുടെ ബൗളിംഗ് യൂണിറ്റ് ശരിക്കും കൃത്യമായിട്ട് ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചെന്നൈക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള മത്സരങ്ങൾ അവർക്ക് വലിയൊരു പ്രതീക്ഷകളുടേതാണ്. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വരാനുള്ള മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മത്സരങ്ങളാവുമ്പോഴും അവരുടെ ബൗളിംഗ് യൂണിറ്റ് മെച്ചപ്പെട്ടു എന്നുള്ളത് ബാറ്റിങ്ങിനോടൊപ്പം, ഇപ്പോൾ ബാറ്റിങ്ങിൽ ഒരുപക്ഷെ തകർന്നാൽ പോലും ബൗളിങ്ങിൽ അത് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഒരുപക്ഷെ ചെന്നൈ കടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ ജാമി ഓവർട്ടനൊക്കെ ഇന്നലെ നല്ല രീതിയിൽ ബൗൾ ചെയ്ത് അദ്ദേഹവും വിക്കറ്റ് എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ കമ്പോജിനി ഇനിയും മികവിലേക്ക് ഉയരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു വിക്കറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം ഇനിയും ഉയരും എന്നുള്ളത്. അതുപോലെ തന്നെ അഖിൽ ഹുസൈൻ്റെ പ്രകടനം അതും ഇനിയും മെച്ചപ്പെടും എന്നുള്ള ഒരു സാധ്യത കൂടി ചെന്നൈക്ക് മുമ്പിലുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിൽ ബൗളിംഗ് യൂണിറ്റിനെ ഒരു ആശാവഹമായിട്ട് തന്നെയാണ് ചെന്നൈ കാണുന്നത് എന്നുള്ള കാര്യം കൂടി ഇന്നലത്തെ കളിയിലുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിക്കറ്റോടുകൂടി പർപ്പിൾ ക്യാപ്പ് അദ്ദേഹം സ്വന്തമാക്കി, അൻഷുൽ ക്യാമ്പോജ് സ്വന്തമാക്കിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ സെഞ്ചുറിയോടുകൂടി സഞ്ജു സാംസൺ ബാറ്റർമാരിൽ 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ സഞ്ജു തൂക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ RCB വേഴ്സസ് ഗുജറാത്താണ് ഇന്നത്തെ മത്സരത്തിൽ. 2 ടീമുകളും ഒരു പരാജയം നേരിട്ടിട്ടുകൊണ്ടാണ് വരുന്നത്. എന്തെങ്കിലും ഒരു പ്രവചനത്തിന് നിൽക്കുന്നുണ്ടോ? ഞാൻ RCBക്കൊപ്പം നിൽക്കുന്നു. തീർച്ചയായിട്ടും RCB വിജയിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും നമ്മളല്ലാതെ മറ്റാര് അല്ലേ? RCBക്കാരന് മുമ്പിലിട്ടാൽ ഉറപ്പായിട്ടും എന്തായാലും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ DC-ക്കെതിരായ മത്സരത്തിൽ ഒരു ലോ സ്കോറിംഗ് ഗെയിമായിരുന്നു വന്നത്. അതിൽ നിന്നുള്ള തോൽവിയുടെ എല്ലാ പാഠവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ തന്നെ ചിന്നസ്വാമിയിലാണ് കളി എന്നുള്ളതും RCBക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയാനുണ്ടാകും. ഒപ്പം തന്നെ ഇന്നത്തെ RCBയുടെ മാച്ചിനെ കുറിച്ചും പറയാനുണ്ടാകും. നിങ്ങളുടെ പ്രതീക്ഷകളും വിലയിരുത്തലുകളും എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കുക. ടാക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.